ഗുഡ് മോർണിംഗ്. ബ്രില്യൻസ് അക്കാദമിയുടെ NIE സോഷ്യോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 17ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. എന്താണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോഷ്യൽ ചേഞ്ചിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തെല്ലാമാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് സോഷ്യൽ ചേഞ്ച് കൊണ്ട് നമ്മൾ എന്താ മീൻ ചെയ്യുന്നത്, എന്താണ് സാമൂഹിക മാറ്റം അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ച് എന്നുകൊണ്ട് നമ്മൾ എന്താണ് മീൻ ചെയ്യുന്നത്? അപ്പോൾ നമുക്കറിയാം, സമൂഹത്തിൽ മൊത്തത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലേ? സമൂഹത്തിൽ മൊത്തത്തിൽ എല്ലാ രീതിയിലും, അതായത് നമ്മുടെ സാമൂഹികമായിട്ടുള്ള രീതിയിലും നമ്മുടെ സോഷ്യൽ പാറ്റേണിലും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും അങ്ങനെ എല്ലാ രീതിയിലും വരുന്ന മൊത്തത്തിലുള്ള മാറ്റത്തിനെ നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിലും എല്ലാ രീതിയിലും വരുന്ന മാറ്റത്തിനെ നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സോഷ്യൽ ചേഞ്ച് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെ പറയാം, എന്താണ് സോഷ്യൽ ചേഞ്ച് എന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് രീതിയിൽ പറയാം? മോഡിഫിക്കേഷൻ ഇൻ സോഷ്യൽ ടെക്നോളജി, സോഷ്യൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ പാറ്റേൺ ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലേ? സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളിലും സാമൂഹിക സ്ഥാപനങ്ങളിലും അങ്ങനെ സോഷ്യൽ പാറ്റേൺ, അങ്ങനെ എല്ലാ രീതിയിലും വരുന്ന മാറ്റത്തിനെ നമ്മൾ എന്ത് പറയുന്നത്, സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഈ സാമൂഹിക മാറ്റം എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ പ്രോസസ്സ്, അല്ലേ? അതായത് ആഗോളതലത്തിലെ എല്ലാ മേഖലയിലും യൂണിവേഴ്സൽ ആയിട്ട് അല്ലെങ്കിൽ ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഏത് എന്ന് പറയുന്നത്, സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലേ? എല്ലാ മേഖലയിലും സോഷ്യൽ ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ ഇക്കോണമി, അമേരിക്കൻ ഇക്കോണമി, അല്ലേ? ഇന്ത്യൻ ഇക്കോണമിയിലും അമേരിക്കൻ ഇക്കോണമി അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമിയിൽ ഉണ്ടാകുന്ന അതേ രീതിയിലുള്ള സോഷ്യൽ ചേഞ്ച് ആയിരിക്കില്ല നമ്മൾ എവിടെ ഉണ്ടാവുക, അമേരിക്കൻ ഇക്കോണമിയിൽ കാണുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് പറയാം, വേറെ എന്ത് കാര്യം പറയാം, സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ വേഗത അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല, അല്ലേ? ഓരോ സ്ഥലത്തും പല രൂപങ്ങളിലും, അല്ലേ, പല സ്പീഡിലും ഒക്കെയാണ് സോഷ്യൽ ചേഞ്ച് കാണപ്പെടുന്നത്. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയാം, സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് എന്താവാം, ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അല്ലേ? സോഷ്യൽ ചേഞ്ച് ഒന്നെങ്കിൽ എന്താവാം, അത് പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ എന്താവാം, നെഗറ്റീവ് ആവാം. അപ്പോൾ സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് നല്ല വശമുണ്ട്, ഒപ്പം തന്നെ എന്തുണ്ട്, ദോഷം വശങ്ങളുണ്ട്, അല്ലേ? ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് പറയാം, ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തം, അല്ലേ? ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തം, വാഹനങ്ങളുടെ കണ്ടുപിടുത്തം എന്നൊക്കെ പറയുന്നത് സോഷ്യൽ ചേഞ്ചാണ്, സമൂഹത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അല്ലേ? അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തമാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിത രീതിയിൽ തന്നെ എന്തുണ്ട്, നമ്മുടെ ജീവിതം ഒരു ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ എന്തിനു സാധിച്ചിട്ടുണ്ട്, ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനെന്തുണ്ട്, അതിന് സൈഡ് ഇഫക്റ്റും ഉണ്ട്, അല്ലേ? അതിൻ്റെ ദോഷം വശങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻ്റർനെറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, അതിന് എന്തും കൂടി ഉണ്ട്, അതിനൊരു സൈഡ് ഇഫക്റ്റും കൂടി അല്ലെങ്കിൽ ദോഷം വശങ്ങളൂടി ഉണ്ട്. അതേപോലെ ഇപ്പോൾ വാഹനങ്ങളുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്ന സമയത്ത് അതേപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ ഇമ്പ്രൂവ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ട്, അല്ലേ? എന്നാൽ അതിൻ്റെ ഭാഗമായിട്ട് പൊല്യൂഷൻ ഒരു സൈഡിൽ എന്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പൊല്യൂഷൻ അല്ലെങ്കിൽ മലിനീകരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സോഷ്യൽ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം, സോഷ്യൽ ചേഞ്ച് എന്താവാം, പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ എന്താവാം, നെഗറ്റീവ് ആവാം, അല്ലേ? നല്ല വശങ്ങളും ഉണ്ട്, മോശം വശങ്ങളും എന്തിനുണ്ട്, സോഷ്യൽ ചേഞ്ചിന് ഉണ്ടെന്ന് പറയാം. നെക്സ്റ്റ് നോക്കിയാൽ നമുക്ക് പറയാം, എന്തൊക്കെയായിരിക്കാം സാമൂഹിക മാറ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, സോഷ്യൽ ചേഞ്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും സ്വഭാവ സവിശേഷതകൾ? അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ പറയാം, സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് ഇറ്റ് എക്സിസ്റ്റ് ഇൻ ഓൾ സൊസൈറ്റീസ്, അല്ലേ? ഇത് എല്ലാ സമൂഹങ്ങളിലും കാണപ്പെടുന്നു. സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് എല്ലാ സമൂഹങ്ങളിലും കാണപ്പെടുന്ന ഒന്നാണ്. നമ്മൾ മുന്നേ പറഞ്ഞു, അല്ലേ? ഇതൊരു ഗ്ലോബലൈസ്ഡ് പ്രോസസ്സാണ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞു, അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇറ്റ് എക്സിസ്റ്റ് ഇൻ ഓൾ സൊസൈറ്റീസ്, ഇത് എല്ലാ സമൂഹങ്ങളിലും കാണപ്പെടുന്നു. പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയാം, ഇതൊരു സാമുദായിക മാറ്റമാണ്, അല്ലേ? എന്താ സാമുദായിക മാറ്റം എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി ചേഞ്ച്. എന്താണ് ഇതൊരു സാമുദായിക മാറ്റമാണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന ഒരു മാറ്റം അല്ല അത്. പിന്നെ എന്തിനെ ബാധിക്കുന്ന, കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന ഒന്നാണ്, അല്ലേ? സമൂഹത്തിനെ മൊത്തമായിട്ട്, ഒരു സമുദായത്തെ മൊത്തമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് സ്പീഡ് ഈസ് നോട്ട് ഈക്വൽ, അല്ലേ? ഇതിൻ്റെ സ്പീഡ്, അതായത് സോഷ്യൽ ചേഞ്ചിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും എന്തല്ല, ഒരുപോലെയുള്ള ഒരു കാര്യമല്ല. ഓരോ ഭാഗത്തും എന്താണ്, അതിൻ്റെ സ്പീഡിൽ എന്തുണ്ട്, മാറ്റമുണ്ട്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, ഇന്ത്യൻ ഇക്കോണമി, അമേരിക്കൻ ഇക്കോണമി, അല്ലേ? രണ്ട് ഭാഗത്തും നോക്കുന്ന സമയത്ത് അതിൻ്റെ വേഗതയിൽ എന്തുണ്ട്, മാറ്റമുണ്ട്, അല്ലേ? ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്ന കാര്യത്തിലൊക്കെ രണ്ട് ഭാഗത്തും വ്യത്യസ്ത രീതിയിലാണ് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ നമുക്ക് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഇതെന്ത് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക്
മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധിക്കില്ല. സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധിക്കില്ല. ഇറ്റ് മെ നോട്ട് ഡിറ്റർമിൻ ഏർലി. ഇതെന്ത് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധിക്കില്ല. ഇത് ഒന്നിന് പിറകെ ഒന്നായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് മെ നോട്ട് എന്താണ്, ഇറ്റ് ഒക്കേഴ്സ് വൺ ബൈ വൺ. ഇതെന്ത് ചെയ്യുന്നു, ഒന്നിന് പിറകെ ഒന്നായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ത് എന്ന് പറയുന്നത്, സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇത്രയും നമുക്ക് സോഷ്യൽ ചേഞ്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാം അല്ലേ. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലേ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത്, അപ്പോൾ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ചേഞ്ച് പഠിച്ചു അല്ലേ. ഇനി സോഷ്യൽ ചേഞ്ചിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന്. സോഷ്യൽ ചേഞ്ചിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് നമുക്ക് ക്ലാസിഫൈ ചെയ്തെടുക്കാം. ദിസ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു ടു അല്ലേ, എൻഡോജീനിയസ് ഫാക്ടർ ആൻഡ് എക്സോജീനിയസ് ഫാക്ടർ. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എൻഡോജീനിയസ് ഫാക്ടർ ഓർ ഇന്റേണൽ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് പറയാം, അതിന് നമുക്ക് മലയാളത്തിൽ എന്ത് പറയാം, ആന്തരിക ഘടകങ്ങൾ നമുക്ക് പറയാം. രണ്ടാമത്തെയാണ് എക്സോജീനിയസ് ഫാക്ടർ അല്ലെ, എക്സോജീനിയസ് ഫാക്ടർ ഓർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ പറയും മലയാളത്തിൽ ആഭ്യന്തര ഘടകങ്ങൾ. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, എക്സോജീനിയസ് ഫാക്ടർ എന്താണ്, എൻഡോജീനിയസ് ഫാക്ടർ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെയാണ് ഏത് എന്ന് പറയുന്നത്, എൻഡോജീനിയസ് ഫാക്ടർ. എൻഡോജീനിയസ് റെഫേഴ്സ് ടു ഇന്റേണൽ ഫാക്ടേഴ്സ് അല്ലെ. എൻഡോജീനിയസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, ദ ഡിസ്ട്രിബ്യൂഷൻ എമംഗ് പീപ്പിൾ ആൻഡ് ദ ആക്സസ് ടു ദം. അപ്പോൾ നമുക്ക് പറയാം, അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത, നമ്മുടെ ബേസിക് നീഡ്സ് അല്ലേ, ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്, ഇതേപോലുള്ള നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ലഭ്യമാക്കി കൊടുക്കുന്നതാണ് എന്ത് എന്ന് പറയുന്നത്, എൻഡോജീനിയസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം, എങ്ങനെ പറയാം, കോൺഫ്ലിക്റ്റ് കോസ്ഡ് ബൈ കൺസെപ്റ്റ് ആൻഡ് വാല്യൂസ് അല്ലേ. അതായത് ആശയങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ആണ് എന്ത് എന്ന് പറയുന്നത്, ജനങ്ങൾക്കിടയിൽ ആശയങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യമാണ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ആണ് എന്ത് എന്ന് പറയുന്നത്, എൻഡോജീനിയസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന് നമുക്കൊരു എക്സാമ്പിളും പറയാം, സാൻസ്ക്രിറ്റൈസേഷൻ, സംസ്കൃതവൽക്കരണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. ജാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് എന്ത് എന്ന് പറയുന്നത്, സാൻസ്ക്രിറ്റൈസേഷൻ. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഉയർന്ന ജാതിക്കാരുടെ ജീവിത രീതി അല്ലേ സ്വീകരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്, നമ്മൾ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ എന്തിനുള്ള എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്, എൻഡോജീനിയസ് ഫാക്ടറിനുള്ള എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. നെക്സ്റ്റ് എക്സോജീനിയസ് ഫാക്ടേഴ്സ് or external factors, exogenous factor or external factors, അല്ലെങ്കിൽ ആഭ്യന്തര ഘടകങ്ങൾ. എന്താണ് ഈ ആഭ്യന്തര ഘടകങ്ങൾ അല്ലെങ്കിൽ എക്സോജീനിയസ് ഫാക്ടർ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്, മനുഷ്യ നിയന്ത്രണത്തിന് അതീതമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. അതായത് മനുഷ്യന്റെ കൺട്രോളിന് അപ്പുറത്തേക്ക് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, എക്സോജീനിയസ് ഫാക്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നോക്കിയേ, ദിസ് റെഫേഴ്സ് ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓഫ് ചേഞ്ച്. ദീസ് ഫാക്ടേഴ്സ് ക്യാൻ ബി ബിയോണ്ട് ഹ്യൂമൻ കൺട്രോൾ ലൈക്ക് ഡിസീസസ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് ഇൻ ടെക്നോളജി. ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയാം, എക്സാമ്പിളായിട്ട് നമുക്ക് എന്തൊക്കെ പറയാം, ഡിസീസസ്, പലതരത്തിലുള്ള രോഗങ്ങൾ അല്ലേ. പിന്നെ നമുക്ക് പറയാം നാച്ചുറൽ കലാമിറ്റീസ് അല്ലേ. പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറയാം, വാർ അല്ലേ. പിന്നെന്താണ്, അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് ഇൻ ടെക്നോളജി അല്ലേ, സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ എന്താണ് നമുക്ക് എന്തിനുള്ള എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്, എക്സോജീനിയസ് ഫാക്ടറിനുള്ള എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എൻഡോജീനിയസ് ഫാക്ടർ ആൻഡ് എക്സോജീനിയസ് ഫാക്ടേഴ്സ്. നെക്സ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന നമുക്ക് നോക്കാം ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ചിനെ ഇഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് സോഷ്യൽ ചേഞ്ചിനെ ഇഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞു അല്ലേ. എക്സോജീനിയസ് ഫാക്ടർ എന്നും എൻഡോജീനിയസ് ഫാക്ടർ എന്നും ക്ലാസിഫൈ ചെയ്ത് നമ്മൾ പറഞ്ഞു. ഇനി വേറെ എന്തെല്ലാം ഘടകങ്ങൾ നമ്മളെ സാമൂഹിക മാറ്റത്തിന് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, മറ്റെന്തൊക്കെ ഘടകങ്ങളാണ് സാമൂഹിക മാറ്റത്തിന് കാരണമാകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഘടകങ്ങൾ നമുക്ക് നോക്കാം അല്ലേ. സോഷ്യൽ ചേഞ്ചിനെ എഫക്റ്റ് ചെയ്യുന്ന മറ്റ് ഘടകങ്ങളാണ് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. അപ്പോൾ പ്രധാനമായിട്ടും സോഷ്യൽ ചേഞ്ചിനെ എഫക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടറാണ് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ്. നിങ്ങൾക്ക് വൈറ്റ് ആയിട്ട് ഇത് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല, നമുക്ക് സൈഡിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കും, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ്, ആദ്യത്തെ ഫാക്ടറാണ് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ്. സെക്കൻഡ് വൺ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. തേർഡ് വൺ കൾച്ചറൽ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ഇക്കണോമിക് ഫാക്ടേഴ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇത്രയും ഫാക്ടേഴ്സ് ആണ് നമ്മുടെ സോഷ്യൽ ചേഞ്ചിനെ ഇഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്, ഡെമോഗ്രാഫിക് ഫാക്ടർ. എന്താ ഡെമോഗ്രാഫിക് ഫാക്ടർ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്, എന്താണ് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ്, ജനസംഖ്യാപരമായ ഘടകങ്ങൾ അല്ലേ. ഇപ്പോൾ പോപ്പുലേഷൻ, ജനസംഖ്യാപരമായ ഘടകങ്ങളാണ് എന്ത് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം,
ജനസംഖ്യ അല്ലെങ്കിൽ ജനസംഖ്യാപരമായ ഘടകങ്ങൾ എന്ന് പറയുന്നത് സാമൂഹിക മാറ്റത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അല്ലേ. ജനസംഖ്യ കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജനസാന്ദ്രത അല്ലേ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, അതേപോലെ തന്നെ ജനസംഖ്യയുടെ ഘടനയിലും സ്ട്രക്ചറിലും ഒക്കെ എന്ത് വരുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്. അതേപോലെ ജനസംഖ്യ വർദ്ധിക്കുക എന്ന് പറയുന്ന സമയത്ത് അത് ജനങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ജീവിതത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുത്തുന്നത്. അപ്പോൾ നമുക്കറിയാം ജനസംഖ്യ വർദ്ധിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ. പോപ്പുലേഷൻ വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്, നമ്മുടെ പോവേർട്ടി അല്ലേ, നമ്മുടെ ദാരിദ്ര്യം വർദ്ധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എന്താണ്, തൊഴിലില്ലായ്മ അല്ലെ, ആളുകൾക്ക് തൊഴിലില്ലാത്ത അവസ്ഥ വരുന്നുണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് വരുന്നുണ്ട്. അതേപോലെ അർബനൈസേഷൻ, നഗരവൽക്കരണം, ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളാണ്, ജനസംഖ്യ വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ്. നെക്സ്റ്റ് വൺ, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. എന്താണ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, സാങ്കേതിക വിദ്യയിലുള്ള മാറ്റങ്ങൾ. ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ നമുക്കറിയാം സാങ്കേതിക വിദ്യ മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, സാമൂഹിക പുരോഗതി അല്ലേ ഉണ്ടാകുന്നുണ്ട്. ടെക്നോളജി മാറുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് സാമൂഹികമായിട്ടുള്ള പുരോഗതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, നമുക്കൊരു ആദ്യകാല സമൂഹം ഉണ്ടായിരുന്നു, നമ്മുടെ പഴയ സമൂഹം അല്ലെ, നമ്മുടെ പ്രിമിറ്റീവ് സൊസൈറ്റി ഉണ്ടായിരുന്നു. ആ ഒരു സൊസൈറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സൊസൈറ്റി വളരെ സിമ്പിളായിട്ടുള്ളൊരു സൊസൈറ്റി ആയിരുന്നു അല്ലേ. വളരെ ലളിതമായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. ആ സൊസൈറ്റിയിൽ കുടുംബമായിരുന്നു ഉൽപാദക യൂണിറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. കുടുംബമായിരുന്നു പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ അവിടെ എന്താണ്, പ്രധാനമായിട്ടും ഉൽപാദക യൂണിറ്റുകളിൽ മനുഷ്യ പ്രയത്നം, അതായത് ലേബർ പവർ അല്ലേ, ലേബർ പവർ, ആനിമൽ പവർ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്, പ്രൊഡക്ഷൻ നടത്തിയിരുന്നത്. പിന്നെ നമുക്ക് പറയാം അവിടെ എന്തില്ല, പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുന്ന ഒരു എയിം ഒന്നുമില്ല അല്ലേ, ലാഭം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള എയിം ഒന്നുമില്ല. പിന്നെ എന്താണ്, സബ്സിസ്റ്റൻസ് ലെവൽ ഓഫ് പ്രൊഡക്ഷനാണ് അവിടെ ഉണ്ടായിരുന്നത് അല്ലേ, അതായത് അവനവൻ്റെ ഉപജീവനത്തിന് വേണ്ടി അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടി മാത്രമുള്ള സമ്പാദ്യം മാത്രമേ അവർക്ക് ആ ഒരു ടൈം പീരീഡിൽ നമ്മുടെ പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്ത് വെക്കണം. പിന്നെ അതേപോലെ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. എന്താ ഈ ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധനങ്ങൾക്ക് പകരം എന്ത് ചെയ്യുക, സാധനങ്ങൾ തന്നെ കൈമാറുന്ന ഒരു സിസ്റ്റം ആയിരുന്നു എന്ത് എന്ന് പറയുന്നത്, ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്തരം രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ആ ഒരു പഴയകാല പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത് അല്ലേ. എന്തൊക്കെയായിരുന്നു പ്രിമിറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകതകൾ, വളരെ സിമ്പിളായിരുന്നു അല്ലേ. പ്രൊഡക്ഷൻ യൂണിറ്റ്, ലേബർ പവർ ആയിരുന്നു അവർ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ലേബർ പവറും ആനിമൽ പവറും ആയിരുന്നു അവർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതേപോലെ സബ്സിസ്റ്റൻസ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ആണ് ഉണ്ടായിരുന്നത്, ബാർട്ടർ സിസ്റ്റം ആണ് ഉണ്ടായിരുന്നത് അല്ലേ. ഇത്തരത്തിൽ ഈ രീതിയിലുള്ള ഒരു ഇക്കണോമിക് സിസ്റ്റം ആയിരുന്നു നമുക്കറിയാം പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടി വ്യവസായ വിപ്ലവത്തിൻ്റെയും വ്യവസായവൽക്കരണത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് പുതിയൊരു ഇക്കണോമിക് സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറി. ആ ഒരു പുതിയ ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇക്കോണമി എങ്ങനെയായി, സിമ്പിൾ സൊസൈറ്റിയിൽ നിന്നും കോംപ്ലക്സ് സൊസൈറ്റിയിലേക്ക് മാറി. അതായത് സങ്കീർണമായിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക്, വ്യാവസായിക സമൂഹത്തിലേക്ക് നമ്മൾ മാറി. അങ്ങനെ ഒരു വ്യാവസായിക സമൂഹത്തിലേക്ക് മാറിയതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്, ആദ്യം തന്നെ നമുക്ക് പറയാം. നമ്മുടെ ഉൽപ്പാദന മേഖലയിൽ അല്ലേ, നമ്മുടെ ഉൽപ്പാദന മേഖലയിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സെക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാം ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ലേബർ അല്ലേ, ഒരുപാട് തൊഴിൽ വൈവിധ്യം, ഡിവിഷൻ ഓഫ് ലേബർ അല്ലേ, തൊഴിലിൽ നിന്ന് ഒരുപാട് വിഭജനങ്ങൾ, ഇഷ്ടം പോലെ തൊഴിലവസരങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ നമുക്ക് പറയാം അതുവരെ എന്തായിരുന്നു നമ്മുടെ സൊസൈറ്റി, സബ്സിസ്റ്റൻസ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ആയിരുന്നു അല്ലേ പ്രിമിറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ അങ്ങോട്ട് കോംപ്ലക്സ് സൊസൈറ്റി ആയിട്ടുള്ള നമ്മുടെ മോഡേൺ സൊസൈറ്റിയുടെ പ്രത്യേകത എന്തായിട്ട് മാറി അല്ലേ, പ്രോഫിറ്റ് മോട്ടീവ് അല്ലേ, ലാഭം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു വ്യവസായമായിരുന്നു ആ ഒരു സമയത്ത്. ഏത് രീതിയിലും ലാഭം ഉണ്ടാക്കുക എന്നുള്ളൊരു മോട്ടീവ് മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുടുംബം എന്ന് പറയുന്ന ഒരു ഉൽപാദക യൂണിറ്റ് ആയിരുന്നു പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ അല്ലേ, അത് മാറി. പകരം എന്തായി, വ്യവസായ സ്ഥാപനങ്ങൾ അത് ഏറ്റെടുക്കാൻ തുടങ്ങി. മോഡേൺ സൊസൈറ്റിയിലേക്ക് വന്നതോടുകൂടി വ്യവസായ സ്ഥാപനങ്ങൾ അത് ഏറ്റെടുക്കാൻ തുടങ്ങി. പിന്നെ എന്താണ്, മനുഷ്യർക്ക് പകരം, അതുവരെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ പറഞ്ഞിരുന്നത് എന്ത്, ലേബർ പവറും ആനിമൽ പവറും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ, അത് മാറി. വ്യവസായ സമൂഹത്തിലേക്ക് വന്ന സമയത്ത് അത് മാറി. പകരം എന്താവാൻ തുടങ്ങി, മോഡേൺ മെഷീൻസ് അല്ലേ, മനുഷ്യരുടെ സ്ഥാനത്ത് എന്ത് വരാൻ തുടങ്ങി, മെഷീൻസ് ഒക്കെ അവർ ഉപയോഗിച്ച് തുടങ്ങാൻ തുടങ്ങി. അതേപോലെ ലോഹങ്ങൾ, മെറ്റൽസിൻ്റെ ഉപയോഗം
മെറ്റൽസ് ഒക്കെ ഉപയോഗിച്ച് തുടങ്ങാൻ തുടങ്ങി. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ്? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിലും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇതൊക്കെ വന്നതിൻ്റെ പിന്നെ നമുക്ക് പറയാം ബാർട്ടർ സിസ്റ്റം അല്ലേ. പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ ഒരു പ്രത്യേകതയായിരുന്നു ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ബാർട്ടർ സിസ്റ്റം മാറി. അതിൽ സാധനങ്ങൾക്ക് പകരം എന്തിനെയാണ് കൈമാറുന്നത്? സാധനങ്ങൾ തന്നെയാണ് കൈമാറുന്നത് അല്ലേ. എന്നാൽ ആ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം മാറി. പകരം എന്ത് വന്നു? കറൻസി ആയി. എന്ത്? മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് കറൻസി ആയിട്ട് മാറി. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളാണ്. എന്തിൻ്റെ ഭാഗമായിട്ട്? ടെക്നോളജി മാറിയതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലേ. ടെക്നോളജി സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ചിട്ട് സൊസൈറ്റിയിൽ എന്ത് മാറ്റമാണ് വന്നതെന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. തേർഡ് വൺ നെക്സ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കൾച്ചറൽ ഫാക്ടേഴ്സ്. എന്താ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സാംസ്കാരിക ഘടകങ്ങൾ. അപ്പം എന്താ സാംസ്കാരിക ഘടകങ്ങളുടെ പ്രത്യേകത? അപ്പം നമുക്കറിയാം സംസ്കാരം മനുഷ്യൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലെ, മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? സംസ്കാരമാണ് അല്ലേ, കൾച്ചറാണ്. അപ്പം നമുക്ക് പറയാം കൾച്ചർ അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നത് സാമൂഹിക മാറ്റത്തിന് ഇഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പ്രധാനമായിട്ട് വ്യക്തിയുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ എന്നിവ നമ്മുടെ സാമൂഹിക മാറ്റത്തിന് കാരണമാകുന്ന ഘടകങ്ങളാണ് അല്ലേ. പിന്നെ അതേപോലെ തന്നെ എന്താണ്? കൾച്ചറൽ ഡിഫ്യൂഷൻ, സാംസ്കാരിക മാറ്റം അല്ലേ. കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാംസ്കാരിക മിശ്രണം. മലയാളത്തിൽ നമ്മൾ പറയും സാംസ്കാരിക മിശ്രണം. ഈ കൾച്ചറൽ ഡിഫ്യൂഷൻ എന്തിന് കാരണമാവുന്നുണ്ട്? സോഷ്യൽ ചേഞ്ചിന് കാരണമാവുന്നുണ്ട്. ഇനി എന്താണ് ഈ കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഒന്നോ അതിലധികമോ സംസ്കാരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെ നമ്മൾ എന്ത് പറയുക? കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഒന്നോ അതിലധികമോ സംസ്കാരങ്ങൾ തമ്മിലുള്ള ബന്ധം. അതായത് ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൽ മറ്റൊരു സമൂഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള അടുപ്പം കൊണ്ടുണ്ടാകുന്ന മാറ്റം, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കൾച്ചറൽ ഡിഫ്യൂഷൻ. അതായത് ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരവുമായിട്ട് ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ ഒരു സംസ്കാരം എന്ത് ചെയ്യുക? മറ്റൊരു സംസ്കാരത്തിൻ്റെ നല്ല വശങ്ങളൊക്കെ എന്ത് ചെയ്യുക? അഡാപ്റ്റ് ചെയ്ത് എടുക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരുപാട് സംസ്കാരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സാംസ്കാരിക മിശ്രണം തന്നെ ഇന്ത്യയിലുണ്ട് അല്ലേ. പല സംസ്കാരവും ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീക്ക് സംസ്കാരം, ചൈനീസ് സംസ്കാരം, അറബ് സംസ്കാരം, അങ്ങനെ ഒരുപാട് സംസ്കാരത്തിൻ്റെ ഒരു ഫ്യൂഷനാണ് എന്ത് എന്ന് പറയുന്നത്? ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ആർട്ടാണെങ്കിലും അതേപോലെ ലിറ്ററേച്ചർ ആണെങ്കിലും ഇതിലൊക്കെ എന്തുണ്ട്? പല സംസ്കാരത്തിൻ്റെയും ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു മോഡേൺ സൊസൈറ്റിയിൽ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ സാംസ്കാരിക സംയോജനം എന്ന് പറയുന്നത് എന്തിലൂടെയാണ് നടക്കുന്നത്? നമ്മുടെ വാർത്താവിനിമയ മാധ്യമങ്ങൾ, അതായത് റേഡിയോ, ടെലിവിഷൻ അല്ലേ, സോഷ്യൽ മീഡിയ, ഇതേപോലുള്ള വാർത്താവിനിമയ മാധ്യമങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ എന്ത് നടക്കുന്നത്? കൾച്ചറൽ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ സാംസ്കാരിക സംയോജനം നടക്കുന്നത്. അപ്പം നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ, നമ്മുടെ സാംസ്കാരിക മാറ്റം അല്ലേ, സംസ്കാരത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടും എന്തുണ്ടാകുന്നുണ്ട്? സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത്, കൾച്ചറൽ ഫാക്ടർ. നെക്സ്റ്റ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. എന്താണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്? രാഷ്ട്രീയ ഘടകങ്ങൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്ക് പറയാം തെരഞ്ഞെടുപ്പ് അല്ലേ, ഇലക്ഷൻ, നിയമനിർമ്മാണങ്ങൾ, ലെജിസ്ലേഷൻ, പബ്ലിക് ഒപ്പീനിയൻ, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള ഘടകങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് ഏത് എന്ന് പറയുന്നത്? പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിർണായകമായിട്ടുള്ളൊരു പങ്ക് എന്തിനുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള ഇലക്ഷൻ, അതേപോലെ തന്നെ എന്താണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ഇലക്ഷൻ, ലെജിസ്ലേഷൻ ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ അല്ലേ, ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ രാഷ്ട്രീയമായ മാറ്റത്തിന് വഴിതെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ടൂൾ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റത്തിൻ്റെ ടൂൾ അല്ലെങ്കിൽ ഉപകരണം എന്ന് പറയുന്നത് എന്താ? ലോ ആണ് അല്ലേ, നിയമമാണ്. നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റത്തിൻ്റെ ടൂൾ എന്ന് പറയുന്നത് എന്താണ്? നിയമമാണ്. ഈ നിയമമാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും ഒരു എന്താണ് ടൂൾ എന്ന് പറയുന്ന നിയമമാണെങ്കിൽ പോലും നമ്മുടെ കാലങ്ങളായി നമ്മുടെ സൊസൈറ്റിയിൽ എന്തുണ്ട്? അടിയുറച്ചു പോയിട്ടുള്ള കുറച്ച് വിശ്വാസങ്ങൾ, പാരമ്പര്യങ്ങൾ, മൂല്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. മനുഷ്യർക്കിടയിൽ നിലനിന്ന് പോരുന്ന ഒരുപാട് വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്താൻ നിയമം അല്ലെങ്കിൽ ലോ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിന് കൊണ്ട് മാത്രം കഴിയില്ല അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് വേണം? നിയമങ്ങൾ എപ്പോഴാണ് നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത്?
പബ്ലിക് ഒപ്പീനിയൻ അല്ലേ? പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി വരുമ്പോഴേ ഉള്ളൂ നിയമങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ അല്ലേ, നമ്മുടെ തെരഞ്ഞെടുപ്പിലൂടെയും അതുപോലെ നിയമനിർമ്മാണത്തിലൂടെയും പിന്നെ അതേപോലെ പബ്ലിക് ഒപ്പീനിയനിലൂടെയും ഒക്കെ നമ്മുടെ രാഷ്ട്രത്തിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ക്ലിയർ ആയല്ലോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് വൺ എക്കണോമിക് ഫാക്ടേഴ്സ്, സാമ്പത്തിക ഘടകങ്ങൾ. അപ്പോൾ എന്താണ് ഈ സാമ്പത്തിക ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അപ്പോൾ നമുക്ക് പറയാം ഈ സാമ്പത്തിക ഘടകങ്ങളാണ് നമ്മുടെ സാമൂഹിക മാറ്റത്തിൻ്റെ വേഗതയും അതേപോലെ തന്നെ അളവും നിശ്ചയിക്കുന്ന എന്താണ്, സാമ്പത്തിക ഘടകങ്ങളാണ്. പ്രസിദ്ധ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് കാൾ മാർക്സ് പറഞ്ഞിട്ടുണ്ട് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് അല്ലേ, സമ്പത്തിൻ്റെ ശരിയായ വിതരണം എന്ന് പറയുന്നത് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് അല്ലേ, സമ്പത്തിൻ്റെ ശരിയായ രീതിയിലുള്ള വിതരണം സാമൂഹിക മാറ്റത്തിന് നല്ല രീതിയിൽ വഴിതെളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഫ്യൂഡലിസ്റ്റ് ഇക്കോണമി അല്ലേ, ഫ്യൂഡൽ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അല്ലേ, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നൊരു ഇക്കോണമി നമുക്കുണ്ടായിരുന്നു. ഈ ഇക്കോണമിയിൽ നിന്നൊക്കെ നമ്മൾ എങ്ങോട്ടേക്ക് മാറി, സോഷ്യലിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നൊരു സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലാസ് സ്ട്രഗിൾ അല്ലേ, വർഗ സമരം അല്ലെങ്കിൽ ക്ലാസ് സ്ട്രഗിൾ ആര് തമ്മിലുള്ളതാ, ബൂർഷ്വാസി പ്രൊലിറ്റേറിയൻസ് അല്ലേ, ഉയർന്ന വർഗവും പ്രൊലിറ്റേറിയൻസ് തമ്മിലുള്ള ക്ലാസ് സ്ട്രഗിൾ, അതിൻ്റെ ഭാഗമായിട്ട് എന്ത് നിലവിൽ വന്നു, കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു മാറ്റം അല്ലേ, കമ്മ്യൂണിസം നിലവിൽ വന്നു. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അപ്പം നമുക്ക് പറയാം സമ്പത്തിൻ്റെ വിതരണവും എന്തിന് കാരണമാകുന്നുണ്ട്, വലിയ രീതിയിലുള്ള സാമൂഹിക മാറ്റത്തിന് കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് ഫാക്ടർ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സോഷ്യൽ ചേഞ്ച് അല്ലേ, സാമൂഹിക മാറ്റത്തിൽ ഏറ്റവും വലിയൊരു റോള് ആർക്കുണ്ട്, എഡ്യൂക്കേഷൻ അല്ലേ, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിനുണ്ട്. എന്തൊക്കെ റോളാണ് വിദ്യാഭ്യാസത്തിനുള്ളത്? അപ്പോൾ നമുക്ക് പറയാം വിദ്യാഭ്യാസ പുരോഗതി എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യങ്ങൾ, അറിവ്, വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ ഇതെല്ലാം ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, വിദ്യാഭ്യാസം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ളൊരു അവബോധം അല്ലെങ്കിൽ ഒരു അറിവ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ എന്താണ്, യുവതലമുറ അല്ലേ, നമ്മുടെ യൂത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ തലമുറ എന്ന് പറയുന്നത് പുതിയ ആശയങ്ങളും മൂല്യങ്ങളും ഒക്കെ എന്തിലൂടെയാണ് നേടിയെടുക്കുന്നത്, വിദ്യാഭ്യാസത്തിലൂടെയാണ് നേടിയെടുക്കുന്നത് അല്ലേ. നമ്മുടെ പുതിയ ആശയങ്ങൾ, പുതിയ ചിന്താരീതികൾ, പുതിയ അറിവുകൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ എന്താണ്, വിദ്യാഭ്യാസത്തിലൂടെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, നാഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതിൽ നമ്മൾക്കും കൂടി എന്താവാൻ സാധിക്കും, അതിലൊരു പങ്കാളിയാവാൻ അല്ലേ. അറിവുള്ള ഒരാൾക്ക് നമുക്ക് ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ഗോൾ നേടിയെടുക്കാൻ വേണ്ടി നമുക്കും കൂടി എന്ത് ചെയ്യാം, അതിലൊരു പങ്കാളിയാവാൻ സാധിക്കുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് രാജ്യത്തിൻ്റെ ഐക്യം, നാഷണൽ ഇൻ്റഗ്രേഷൻ അല്ലേ, രാജ്യത്തിൻ്റെ ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായും രണ്ട് രീതിയിലുള്ള എഡ്യൂക്കേഷനാണുള്ളത്, ഫോർമൽ എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം, ഫോർമൽ എഡ്യൂക്കേഷൻ എന്നും ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്നും. എന്താ ഈ ഫോർമൽ എഡ്യൂക്കേഷൻ? ഔപചാരികമായ വിദ്യാഭ്യാസം. സെക്കൻഡ് വൺ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, അനൗപചാരികമായ വിദ്യാഭ്യാസം. അപ്പോൾ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കൂളുകളിൽ നിന്ന്, കോളേജുകളിൽ നിന്ന്, ടീച്ചേഴ്സിൽ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്ന എഡ്യൂക്കേഷൻ നമ്മൾ എന്ത് പറയുന്നത്, ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണ പ്രക്രിയയിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന എഡ്യൂക്കേഷനാണ് എന്തെന്ന് പറയുന്നത്, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫാമിലി അല്ലേ, കുടുംബത്തിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന അറിവ്, അതേപോലെ തന്നെ നൈബർഹുഡ് അല്ലേ, നമ്മുടെ നൈബേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, പിയർ ഗ്രൂപ്പ്സ് നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് അല്ലേ, സൊസൈറ്റി, ഇവിടെ നിന്നൊക്കെ നേടിയെടുക്കുന്ന എഡ്യൂക്കേഷനെ നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫാക്ടർ എങ്ങനെയാണ് സോഷ്യൽ ചേഞ്ചിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന സമയത്ത് മീനിങ് ഓഫ് സോഷ്യൽ ചേഞ്ച് അല്ലേ, എന്താണ് സാമൂഹിക മാറ്റം എന്ന് പറഞ്ഞു. പിന്നെ സാമൂഹിക മാറ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഒരുപാട് ഫാക്ടേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫാക്ടർ നമ്മൾ പറഞ്ഞു, എക്സോജീനിയസ് ഫാക്ടർ ആൻഡ് എൻഡോജീനിയസ് ഫാക്ടേഴ്സ്. മറ്റ് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്, ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ് ആൻഡ് എഡ്യൂക്കേഷൻ.
ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിരിക്കുക എല്ലാവരും. താങ്ക് യു.